ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെയറിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയറിന് വേണ്ട ബേസിനൊക്കെ ഉള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനാണ് ലാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വർക്ക് കുറച്ചുള്ള വീഡിയോ ഉള്ളൂ, എപ്പോഴത്തേം പോലെ തന്നെ. അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിനേക്കുള്ള പൈപ്പൊക്കെ എല്ലാവരും സ്ക്വയറൊക്കെ സെറ്റ് ചെയ്തിട്ടാ ലാൻഡിങ്ങിനൊക്കെ ഉള്ളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മേളിൽ തന്നെ വെച്ച് എല്ലാവരും വെൽഡിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണത്. അപ്പോൾ ലാൻഡിങ്ങിനുള്ള പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളടുത്തായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എടുത്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിന് വേണ്ടി എടുത്താക്കണത് 4:1 അപ്പോളോൻ്റെ ട്യൂബാണ് എടുത്താക്കണത്. അപ്പോൾ നടുക്ക് 1 ഇഞ്ച് ഗ്യാപ്പും കൊടുത്തിട്ട് ആണ് വെച്ചേക്കണത്. ഒരു 9 ഇഞ്ച് കിട്ടും നമുക്കപ്പോൾ സ്റ്റെപ്പിന് വീതി. അങ്ങനെ എടുത്താക്കണം. 4:1 അപ്പോളോ 16 ഗേജാണ്. അപ്പോൾ സൈഡിലേക്ക് എടുത്താക്കണത് നമ്മൾ 3:1 ആണ് നമ്മൾ എടുത്താക്കണത്. അതും അപ്പോളോ തന്നെയാണ്, 16 ഗേജ്. അപ്പോൾ നമ്മൾ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടാ. അപ്പോൾ സ്റ്റെപ്പൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ചേ എടുക്കുള്ളൂ. നമ്മൾ എപ്പോഴും പണി ചെയ്യുന്ന സമയത്ത് ആളുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ മുഴുവൻ എടുക്കും. അപ്പോൾ ഇന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആദ്യത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സ്റ്റെപ്പൊക്കെ വെൽഡ് ചെയ്തെല്ലാം കയറ്റി വെച്ചിട്ടാണ്. സൈറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പുത്തമ്പലിക്കരാണ് സൈറ്റ് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹാൻഡ് റെയിലൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടാണ്. വെൽഡിങ്ങൊക്കെ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡിങ് ആണുള്ളത്. ഗ്രൈൻഡിങ് ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. 2 ദിവസം കൊണ്ട് നമ്മൾ സ്റ്റെപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ്. ഇനി പെയിൻറ്റിങ്ങും ഗ്രൈൻഡിങ്ങും മാത്രമേ ഉള്ളൂ. ബാക്കി വെൽഡിങ്ങിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഹാൻഡ് റെയിലിലേക്ക് എടുത്താക്കണത് 1.5 സ്ക്വയർ ആണ്. അകത്ത് ഓടിച്ചാക്കണമെന്ന് പറഞ്ഞാൽ 3/8 ട്യൂബാണ് നമ്മളകത്ത് ഹാൻഡ് റെയിലിൻ്റെ അകത്ത് ഓടിച്ചാക്കണത്. അപ്പോൾ സ്റ്റെയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൈൻഡിങ് ഒക്കെ ചെയ്ത് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് നമ്മൾ അപ്പോക്സിയാണ് അടിക്കണത്, ബ്ലാക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും ഇവിടെ നടപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ നമ്മൾ റിനോവേഷൻ വർക്കായിട്ട് സൈഡ് ഗ്രില്ലൊക്കെ അടിക്കണതാണ്. അപ്പോൾ അത് നമ്മൾ 1.5 അരയുടെ ട്യൂബാണ് അടിച്ചാൽ. പിന്നെ ഓൾറെഡി ചെയ്തതിൻ്റെ വെള്ളം വീണുണ്ടായത്തോട്ട് ചാടിച്ചിട്ടുണ്ടായില്ല ഫസ്റ്റ് ചെയ്തവർ. അപ്പോൾ നമ്മളതും ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ഒരു 3 അടിയോളം. 3 എന്ന് വെച്ചാൽ 2.5 അടിയോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. 3.5 ഷീറ്റാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ്ട് നമ്മൾ പട്ടി അടിച്ചേക്കണത്. പൂച്ചയൊന്നും കയറാത്ത രീതിക്ക് കൈയൊന്നും അകത്ത് കൈയൊന്നും ഇടാൻ പറ്റില്ല. ആ ഒരു ഇതിലാണ് അടിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ വർക്കും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഏരിയയുടെ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ്. ഫുൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചിലവ് വന്നാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 രൂപ ചിലവ് വന്നാക്കണത്. നമ്മളെല്ലാവരും അപ്പോളോൻ്റെ രൂപമാണ് എടുത്താക്കണത്, 16 ഗേജ്. അപ്പോൾ നമ്മൾ ഓൾ കേരള ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.